സത്യം, ആ സ്ത്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവീക ഭാവം, ഇതൊക്കെ അവൾക്കുണ്ടെങ്കിലും വാ തുറന്ന് അവള് ചാളമേരിയ. ഓടക്കാൻ പോയാലേ ഝാൻസിയിലെ രാജ്ഞിയായിരുന്ന ഝാൻസി റാണിയുടെ പോരാട്ടാണ്. ജാനിക ഭഗീരഥി. മുമ്പിലേക്ക് നടന്നു വരുന്ന അവൾക്ക് പേര് പോലെ തന്നെ തലയെടുപ്പായിരുന്നു. അവളും ഗീതപ്രിയയും കോവിലിന്റെ മുമ്പിൽ വന്ന് നിന്നു. ദേ, വെറുതെ ഒലിപ്പിക്കാൻ പോണ്ട മോനെ, വളക്കാൻ പോകുന്നതിനോട് അടുത്ത് നിൽക്കുന്നവൻ പറഞ്ഞു. നീയൊന്ന് പോടാ, അവളെ കണ്ട ആർക്കാ മിണ്ടാൻ തോന്നാത്ത? ഞാൻ മിണ്ടുകയും ചെയ്യും, വളക്കുകയും ചെയ്യും. നീയൊക്കെ കണ്ടോ? നിന്റെ മോന്തണ്ട വളയുന്ന പെണ്ണുങ്ങളുണ്ടാവും, ഇവളെ ആ കൂട്ടത്തിൽ പെടുത്തണ്ട. സഭയിൽ വെച്ച് വാക്കുകൊണ്ട് നാറ്റിച്ചിരിക്കും. ഒന്ന് പോടാ. ആ കണ്ടറിയാത്തവൻ കൊണ്ടാലറിയും. ഹായ്, എൻ്റെ പേര് ധനുജ്. തൊട്ടപ്പുറം നിൽക്കുന്ന അവിടെ അടുത്തേക്ക് എന്നുകൊണ്ട് അവൻ പറഞ്ഞു. അതിന് നീ ഏതാ? നിന്റെ പേര് അതാണെങ്കിൽ ഞാൻ എന്താ മൂക്ക് കുത്തി നിൽക്കണോ? അങ്ങോട്ട് മാറിൽക്കടാ. അവളുടെ മറുപടി കേട്ട് ധനുജാകെ വിളറി. ചുറ്റുമുള്ളവർ തന്നെ കളിയാക്കിച്ചിരിക്കുന്നത് കണ്ട് അവനാകെ ദേഷ്യവും അപമാനവും കൊണ്ട് നീറി. അങ്ങനെ നീ ഇപ്പം ആണുങ്ങളോട് ഡയലോഗ് അടിച്ച് നീ കയ്യടി വാങ്ങുമല്ലേ? ആണിനോളം പെണ്ണ് വളർന്നിട്ടില്ലടി. അവളുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് ധനുജ് പറഞ്ഞു. കയ്യിന്ന് വിടറാ. ജാനിക കോപം കൊണ്ട് ജ്വലിച്ചു. വിട്ടില്ലെങ്കിൽ പെണ്ണായാലേ ഇത്രയ്ക്ക് അഹങ്കാരം പാടില്ല. അവളുടെ കയ്യിൽ ഞെരുക്കിക്കൊണ്ട് ധനുജ് പറഞ്ഞു. അവന്റെ ചെവിട് നോക്കി ജാനിക കൈകൊണ്ട് പൊട്ടിച്ചു. അടിയുടെ ആഘാതത്തിൽ വീഴാൻ പോയ അവന്റെ ഷർട്ടിൽ പിടുത്തമിട്ട് അവൾ നിലത്തേക്ക് തള്ളി. പെണ്ണിന്റെ അഹങ്കാരം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായില്ലടാ. ധനുജ് പേടിയോടെ അവൾ നോക്കിക്കിടന്നു. അവന്റെ സുഹൃത്തുക്കൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കൊണ്ടുപോയി. ഗീതയുടെ കൈവലിച്ച് ജാനി പുറത്തേക്ക് നടന്നു. കാശി പുറത്തെ ശ്രീകോവിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അവനെ കണ്ടതും അവർ രണ്ടുപേരും നിശ്ചലമായി. കാശി! ഗീത അവനെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. ഏർത്തി, എത്ര കാലായിട്ട് നിന്നെ കണ്ടിട്ട്, ഒന്ന് കാണാൻ വന്നാൽ പോലും നീ ഒന്ന് പുറത്തേക്ക് വരില്ലല്ലോ. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കരയാതെ ഏർത്തി. അവൻ അവിടെ കണ്ണ് തുടച്ചു കൊടുത്തു. ലക്ഷ്മി അമ്മ എവിടെ? നീ തനിച്ചേ ഉള്ളൂ? അമ്മ ടീച്ചറെ കുളത്തിനടുത്ത് കണ്ടപ്പോൾ അങ്ങോട്ട് പോയതാണ്. ആദ്യം എവിടെ? ഏട്ടൻ ശ്രീമോളയും കൊണ്ട് തൊഴാൻ പോയതാണ്. നീ വരുന്നുണ്ട് ചേച്ചി, ജാനി അടങ്ങാത്ത ദേഷ്യത്തോടെ പറഞ്ഞു. നട തുറന്നിട്ടില്ല, ഇതുവരെ ആയില്ലല്ലോ. എനിക്ക് പോയിട്ട് ഉറങ്ങണം. നിന്റെ പണിയാ എന്നെ ഈ ധാവണിയെ ഉടുപ്പിച്ച് കൊണ്ടുവന്ന്. എനിക്കൊന്നും വയ്യ കാത്തിന്ന് തൊഴാൻ. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. ചുറ്റുമുള്ളവർ അവൾ പറയുന്ന കേട്ട് ചിരിക്കുമ്പോൾ ചമ്മലോട് ഗീത അവളുടെ അടുത്തേക്ക് ചെന്നു. ജാനിക കാശിനാഥനെ ദേഷ്യത്തോട് നോക്കി മുഖം തിരിച്ചു. കാശിനാഥനും അവൾക്കെതിരെ അതേ നോട്ടം നോക്കി. അവൾ ഗീതയെ വലിച്ചുകൊണ്ടുപോയി. ലക്ഷ്മി അവന്റെ അടുത്തേക്ക് വന്നു. മോനെ, നീ അമ്പലത്തിലേക്ക് കയറിയുന്നില്ലേ? ഞാനതിന് എന്തെങ്കിലും ഇതിനുള്ളിൽ കയറിയിട്ടുണ്ടോ? ഇതുവരെ വരുമെന്നല്ലാതെ ഇതിനുള്ളിൽ കയറി തൊഴുതൽക്ക് എന്നെ കിട്ടില്ല. അമ്മ പോയിട്ട് തൊഴുതു വന്നാട്ടെ. കാശി, വാ മോനെ. അമ്മ പറഞ്ഞുപോയി. ദൈവകോപം തട്ടും. എൻ്റെ കുട്ടി വായോ. പിന്നെ ദൈവം കോപിക്കുകയല്ലേ? അമ്മ പോയി തൊഴുതിട്ട് വായോ, ഞാനിവിടെ നിന്നോളാം. വാ കാശി. അമ്മ അവൻ്റെ കൈ പിടിച്ച് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. വരാം, പക്ഷെ തൊഴില്ല. വേണ്ട, അതുവരെ വന്നു നിന്നാ മതി. കാശി ഷർട്ടഴിച്ച് തോളിലിട്ട് അമ്മയോടൊപ്പം അകത്തേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ തൊഴുതു കഴിഞ്ഞു. ലക്ഷ്മി ആൽത്തറയിലെ കെടാവിളക്കിനടുത്തേക്ക് നടന്നു. മഹാലക്ഷ്മി ആൽത്തറയിലെ കെടാവിളക്കിനെ ചുറ്റി തൊഴുത് പടികളിലൂടെ ഇറങ്ങി. ഈ കുട്ടി ഇതെവിടെ പോയി? അവർ കാശിയെ തിരഞ്ഞ് ചുറ്റും കണ്ണോടിച്ചു. അപ്പോഴാണ് കേശവനും കൂട്ടരും അങ്ങോട്ടേക്ക് വന്നത്. കാശിനാഥൻ തിരിച്ചെത്തിയത് അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു. എന്താണ് ലക്ഷ്മിയമ്മേ, ആരെയാ ചുറ്റും തിരയുന്നു? മകൻ വന്നില്ലല്ലേ? ആ തെമ്മാടിയോടെങ്കിലും പോയി സ്വയം തീർന്നു കാണും. പറഞ്ഞു തീരും മുമ്പേ മഹാലക്ഷ്മിയുടെ കൈ അയാളുടെ കവിളിൽ ശക്തിയായി പതിഞ്ഞു. വേദന കൊണ്ട് അയാൾ കവിളിൽ പിടിച്ചു. അവരുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. നീയൊക്കെ കുറെ നാളായല്ലോ ഞാൻ അതിൽ പോകുമ്പോൾ എൻ്റെ മോനെക്കുറിച്ച് മോശം പറയുന്നത്. എന്ത് യോഗ്യതണ്ടാ നിനക്കൊക്കെ അവനെക്കുറിച്ച് മോശം പറയാൻ? എൻ്റെ മോൻ ആരെയും വെറുതെ പോയി അടിക്കാറില്ല. അവനെ അവൻ സ്നേഹിക്കുന്നവരെ നോവിക്കുമ്പോൾ മാത്രമേ അവൻ പ്രതികരിക്കൂ. ഇനി നീ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറഞ്ഞാ നീ എന്നെ മോശം പറഞ്ഞതിന് കൂടി ഒരടി നീ അർഹിക്കുന്നു. ഒരടി കൂടി മഹാലക്ഷ്മി അയാളുടെ കവിളിൽ നൽകി. മാറിടോ വഴിന്ന് കേശവ. ലക്ഷ്മി ദേഷ്യത്തോടെ പറഞ്ഞു. കേശവൻ പേടിയോടെ വഴിമാറിക്കൊടുത്തു. മഹാലക്ഷ്മി നടന്നു ചെന്നത് കാശിയുടെ മുമ്പിലേക്കാണ്. കേശവനെയും കൂട്ടരെയും നോക്കി കോപം കൊണ്ട് ജ്വലിച്ചു നിൽക്കുകയായിരുന്നവൻ. ദേഷ്യത്തോടെ വരുന്ന അമ്മയെ നോക്കി കാശി അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് ഇങ്ങനെ ചൂടാവാനൊക്കെ അറിയോ? എന്താ, എനിക്ക് ചൂടാവാൻ പാടില്ലേ? ഇഷ്ടായി മഹാലക്ഷ്മി, പെരുത്ത് ഇഷ്ടായി. അമ്മയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മഹാലക്ഷ്മി ചെറുതായിട്ട് മന്ദഹസിച്ചു. വായോ, നമുക്ക് പോവാം. അമ്മ നടന്നോളൂ, എനിക്ക് ചെറിയൊരു പണിയുണ്ട്. അവൻ കേശവനെയും കൂട്ടരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. കാശി വന്നേ, നമുക്ക് പോവാം. അമ്മ അവൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറുന്ന കണ്ടു പറഞ്ഞു. അമ്മ നടന്നോളൂ,
ഞാൻ വരാം. അവന്റെ സ്വരത്തിൽ ഗൗരവം നിറഞ്ഞിരുന്നു. അവൻ അടുത്തേക്ക് വരുംതോറും കേശവനും കൂട്ടർക്കും ഭയം കൂടാൻ തുടങ്ങി. അവൻ കേശവന്റെ തോളിൽ വലത് കൈവച്ചു. തന്റെ സ്പർശനമേറ്റതോടെ അയാൾ വിറക്കുന്നവൻ അറിഞ്ഞു. എന്തൊക്കെയുണ്ട് കേശവേട്ടാ, സുഖം തന്നെയല്ലേ? ആ മോനെ, അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ഇന്നലെയാണ് എത്തിയത്. സെൻട്രൽ ജയിലിൽ ജോലി കിട്ടിയത് എല്ലാവരും പാട്ടാക്കിയതിൽ നന്ദി. എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ സന്തോഷം. അപ്പോ പോട്ടെ. വളരെ മൃദുവായി പറഞ്ഞു തിരിഞ്ഞു പോവാൻ നോക്കുന്നവനെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. 2 ചൂടുകൾ പുറകോട്ട് വെച്ചതും തിരിഞ്ഞെന്ന് കേശവന്റെ മുഖത്തേക്ക് മുഷ്ടി ചുരുട്ടി അവൻ അടിച്ചു. അയാളുടെ അലറൽ കേട്ട് തിരിഞ്ഞു നോക്കിയ മഹാലക്ഷ്മി പിന്നിൽ മകൻ അടിച്ചിരുന്നവരെ കണ്ട് ചിരിയോടെ തിരിഞ്ഞടന്നു. അതോടെ കാശിനാഥൻ തിരിച്ചെത്തിയത് നാട് മുഴുവൻ അറിഞ്ഞു. കാശി അമ്മയെ വെയിറ്റ് ചെയ്ത് ബുള്ളറ്റിൽ ഇരിക്കുകയായിരുന്നു. അമ്പലത്തിന് മുമ്പിൽ നെൽവയലാണ്. നടുവിൽ നീണ്ട റോഡും. പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് കാശി ചുറ്റും വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹലോ, എന്താണ് മിസ്റ്റർ കാശിനാഥൻ ഇവിടെ തനിയിരിക്കുന്നേ? പിന്നിൽ നിന്ന് ഗീതയുടെ ശബ്ദം കേട്ട് കാശി തിരിഞ്ഞു നോക്കി. ആഹാ, ഗീതയെടുത്ത് വീട്ടിൽ പോയില്ലേ? ഇല്ലടാ, ഞങ്ങൾ കൃഷ്ണന്റെ അമ്പലത്തിൽ കൂടി പോയി. അതാ നേരം വൈകിയത്. ആദ്യം ശ്രീമോൾ എവിടെ? ശ്രീമോൾ ബുക്സ് വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടാളും കടയിൽ പോയതാണ്. അപ്പോൾ ഞങ്ങൾ നടന്നോളാന്ന് പറഞ്ഞു പോന്നു. ഈ കുറുമ്പ് ഇടഞ്ഞു നിൽക്കാൻ മോനെ, അതാ ആദ്യമായിട്ട് ഒരുപാട് വിളിച്ചിട്ട് ഞാൻ പോവാഞ്ഞത്. അവൾക്ക് വരില്ലെന്ന് വാശി. അങ്ങേരും വിളിച്ചു, ഞാനും വിളിച്ചു. എവിടെ നിൽക്കണ നിൽപ്പണ്ടില്ലേ കാന്താരി. അവരുടെ അടുത്തുനിന്ന് മാറിന്ന് കയ്യും പിണച്ചേട്ടി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന ജാനകിയെ നോക്കി ഗീത മെല്ലെ കാശിയോട് ചിരിയോടെ പറഞ്ഞു. ഇന്നലെ എവിടെയായിരുന്നു എല്ലാവരും? അവൻ ചോദിച്ചു. ഞങ്ങളൊരു കല്യാണത്തിന് പോയിരുന്ന മതി, ഗീത മെല്ലെ പറഞ്ഞു. ആരുടെ? ആനന്ദശങ്കറിന്റെ മകളുടെ. ഓഹോ, അയാൾ നാട്ടിലുണ്ടോ? മെല്ലെ പറയടാ. അവൾ അയാളുടെ പേര് കേട്ടാ ഇപ്പം എന്നെ തൂക്കിയെടുത്തെറി. എല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് പോയതാണ്. അമ്മയുടെ ടീച്ചറുടെ വീട്ടിൽ പോയതാ. എടാ ചെക്ക, നിനക്ക് ഈ മുടിയും താടിയും വെട്ടിയൊതുക്കി കൂടെ? അവന്റെ മുടിയിൽ പിടിച്ചുകൊണ്ട് ഗീത പറഞ്ഞു. ഇതൊക്കെ ഇപ്പോഴത്തെ സ്റ്റൈലാണ് ഗീതൂസേ. എടി ചേച്ചി, നീ വരുന്നുണ്ടോ? എനിക്ക് പോയിട്ട് വേണമെന്ന് കിടന്നുറങ്ങാൻ. ഇവളാര്? കുംഭകർണന്റെ അനിയത്തിയോ? ആ നിന്റെ മറ്റവളാടാ, കാലനാഥ. ഡീ, എടാ പോടാന്നൊക്കെ നിന്റെ വീട്ടിലുള്ളവർ വിളിച്ചാ മതി, എന്നെ വിളിക്കാൻ വരണ്ട. വിളിച്ചാ നീ എന്താടാ എന്നെ അങ്ങ് വിഴുങ്ങിക്കളയോ? ദേ, ഒരു പെണ്ണായി പോയി, ഇല്ലെങ്കിൽ അടിച്ച് മോന്തയുടെ ഷേപ്പ് ചെയ്യാൻ മാറ്റിയനെ. അവൻ ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ഒന്ന് പോടാ, നീ ഈ ഡയലോഗൊന്നും എൻ്റെ അടുത്ത് ഇറക്കാൻ നിൽക്കണ്ട. വെറുതെ അല്ലേടി നിന്നെല്ലാവരും ചാളമേരിന്ന് വിളിക്കുന്നത്. വായ തുറന്ന ഇതല്ലേ അവസ്ഥ. ആണെങ്കിൽ നിനക്കെന്താടാ കാലനാഥ? ആരടി നിന്റെ കാലനാഥൻ? ഇനി വിളിക്കുവോ? വിളിക്കുവോന്ന് കാശിനാഥൻ അവളോട് കലിയോടെ ചൂടാൻ തുടങ്ങി. വിളിക്കും, ഇനിയും വിളിക്കും. കാലനാഥൻ, കാലനാഥൻ. ഏടത്തി, ഇതിനെ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ തന്നെ ഞാനിന്ന് തൂക്കിയെടുത്തെറിയും. എന്നും ഈ കുരിപ്പിനോട് തല്ലുകൂടി മടുത്തു. എന്നാ എറിയടാ, എറിയാൻ. കാശിനാഥന്റെ നെഞ്ചിൽ തള്ളിക്കൊണ്ട് അവൾ പറയാൻ തുടങ്ങി. ജാനിക, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ നെഞ്ചിൽ ഇനി തള്ളിയാലുണ്ടല്ലോ, എനിക്ക് ഈ പെണ്ണുങ്ങളോട് തല്ലൂടെ ഒട്ടും പിടിക്കുന്ന കാര്യമില്ല. ഉറപ്പായിട്ട് തൂക്കിയെടുത്ത് ഞാൻ പാടത്തേക്ക് അറിയും. ജാനി, നീ ഒന്ന് അടങ്ങുന്നുണ്ടോ? ഗീത അവളെ വഴക്ക് പറഞ്ഞതും കാശിയുടെ പുറത്തേക്ക് അവൾ ശക്തിയെ അടിച്ചു. ദേഷ്യം വന്ന് കാശി അവളുടെ കൈകൾ പിടിച്ചു ധരിച്ചു. പെണ്ണായാൽ ഇത്രക്ക് അഹങ്കാരം പാടില്ല. നീ ആരാന്നാ നിന്റെ വിചാരം? ജാൻസി റാണിയോ? ആ, എനിക്ക് വേദനിക്കുന്നു. അവൾ അവന്റെ നെഞ്ചിൽ തലാമർത്തി. നിനക്ക് ഈ സ്ഥിരം തല്ലി എന്നും എന്നോടുള്ളതാ. ഒരു പെണ്ണിനെ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്നെയാണ്. വേണ്ട വേണ്ടെന്ന് വിചാരിക്കുന്നോറും തലയിൽ കയറി നരങ്ങുന്നോ കുട്ടിത്തേവാങ്കെ. വിടട കാലനാഥ. അതെടി, ഞാൻ കാലൻ തന്നെയാ, നിന്റെ കാലൻ. ചേച്ചി, എനിക്ക് വേദനിക്കുന്നു പറയും ചെറ്റിയോട്. അത് നിന്റെ അച്ഛനാടി ചൂലേ. ദേ, എന്റെ പപ്പയെ പറഞ്ഞാലുണ്ടല്ലോ കാലനാഥ. ഇനി വിളിക്കൂടി അങ്ങനെ? വിളിക്കും, വിളിക്കും, വിളിക്കും. ഇന്നത്തോടെ നിന്റെ അഹങ്കാരം ഞാൻ തീർക്കും. ഇവിടെ വാടി. പാടത്തെ ചേറിന്റെ രുചി നീ എന്ന് അറിയും. അവൾ അവന്റെ കയ്യിലിരുന്ന് കുതിറി. അയ്യോ കാശി, വേണ്ട മോനെ. ഇല്ലേടത്തി, ഇവള് കുറെ കാലം മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. വീടയുടെ കാലനാഥ. അവൾ അവന്റെ നെഞ്ചിലേക്ക് തലകൊണ്ടിടിച്ച് അവനെ ശക്തിയായി തള്ളി. കാശിനാഥൻ പാടത്തെ ചേറിലേക്ക് പോയി വീണു. മുഴുവനായും അവൻ ചേറിൽ മുങ്ങിയിരുന്നു. എന്റെ അമ്മോ, എനിക്ക് ചിരിക്കാൻ വയ്യ. എടാ കാലനാഥ, മരപ്പട്ടി, ഇങ്ങോട്ട് നോക്കടാ. ആ, എന്താ രസം കാണാൻ. ജാനി വയറും പൊത്തിപ്പിടിച്ച് ചിരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ അവന് നിൽപ്പേണ്ട ഗീതക്കും ചിരി വന്നിരുന്നു. പക്ഷേ അവൾ ചിരി കടിച്ചമർത്തി. ജാനി, വികൃതി കാണിച്ചിട്ട് ചിരിക്കുന്നോ? കാശി, ഇങ്ങ് വാ. ഗീത അവന് നേരെ കൈനീട്ടി. നീ ഇങ്ങ് മാറി ചേച്ചി, അവനോട് കിടക്കട്ടെ. എന്താ ഒരു ചേല് കാണാൻ. നേരി കാണുന്നതിൽ നല്ലത് ഇങ്ങനെ കാണാനാണ്. എന്താ ഒറ്റയാന്റെ തലയെടുപ്പ്. എടി കുരിപ്പ്, ഇതിനുള്ളത് നിനക്ക് തിരിച്ചു തന്നില്ലെങ്കിൽ എന്റെ പേര് നീ പട്ടിക്കിട്ടോ. അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ലേ.
ഞാൻ എൻ്റെ ഒരു പട്ടി കൊച്ചൂസ് എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഒരു മരപ്പട്ടി കൂടി വാങ്ങണം, കാശിനാഥാന്ന് വിളിക്കാൻ. അവൻ ദേഷ്യത്തോടെ ചേറിലൂടെ നടന്നു വരാൻ തുടങ്ങി. അപ്പോഴേക്കും ആദിയുടെ കാർ അവരുടെ അടുത്ത് വന്നു നിന്നു. നിങ്ങൾ പോയില്ലേ? ഇല്ല ആദിയേട്ടാ, ജാനി അവനെ മാടി വിളിച്ചുകൊണ്ട് പറഞ്ഞു. അതാരാ ആ കയറി വരുന്നത്? വേറെ ആര്, നിങ്ങളുടെ അനിയൻ തന്നെ. ഇതാര് കൊടുത്ത് ഈ പണി? ഞാൻ തന്നെ ചേട്ടാ. കോട്ട് കൈ മോളെ, പോരുമ്പോ നീ എന്താണ് എന്നോട് പറഞ്ഞേ? ചേറിൽ പോയി വീഴരുതെന്നോ? എന്നിട്ടിപ്പോ ആരാ വീണത്? ആദി പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇങ്ങ് വായോ കാശി, ഒരാൾ വീണത് കാണുമ്പോഴാ അങ്ങയുടെ ഒരു കൊലച്ചിരി. ഗീത അവന് നേരെ വീണ്ടും കൈനീട്ടി. ഓ, ഒരു ചേച്ചി അനിയൻ വന്നിരിക്കുന്നു അല്ലേ ആദിയേട്ടാ? ജാനി ആദിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അവര് പണ്ടേ അങ്ങനെയല്ലേ, നമ്മൾ ഒറ്റക്കിട്ടു. ജാനിയും ആദിയും കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. കാശിയെയും ജാനിയെയും കുഞ്ഞിരെടുത്ത് നടന്ന് നോക്കിയവരാണ് ചേട്ടന്മാരും ചേച്ചിയുമൊക്കെ. ആദിയും ജാനിയും നല്ല കൂട്ടാണ്, അതുപോലെ തന്നെ ഗീതവും കാശിയും. ഡാ പട്ടി ആദി! കാശി ചെടിയിൽ നിന്ന് കയറിയതും ഗീതയുടെ കൈവലിച്ച് ആദി കാറിൽ ഓടിപ്പോയി കയറിയിരുന്നു. ജാനിയും സ്ത്രീയും ആദ്യമേ കാറിൽ പോയി കയറിയിരുന്നു. അവർ കാറെടുത്ത് കുറച്ചു ദൂരം പോയി കാർ സ്റ്റോപ്പ് ചെയ്തു. എടാ കാലനാഥ, പോടാ മരപ്പട്ടി! കാറിന് വെളിയിലേക്ക് തലയിട്ടുകൊണ്ട് ജാനിക ഉറക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ജാനിക ഭഗീരഥി! ദേഷ്യത്തോടെ അവൻ ബുള്ളറ്റിന്റെ സീറ്റിലിടിച്ചു. കാശിനാഥന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിച്ചു. ജാനകിയുടെ പരിഹാസം അവന്റെ കാതുകളിൽ തുളച്ചു കയറാൻ തുടങ്ങി. ദേഷ്യവും സങ്കടവും പരിഹാസവും കൊണ്ട് അവനാകെ മൂടപ്പെട്ടു. കാശി! അവൻ വിളികേട്ട് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി. നീ എങ്ങനെയാ എന്റെ കാശി ഈ ചേറിൽ വീണേ? പൊട്ടിച്ചിരിച്ചുകൊണ്ട് അമ്മ അവനെ കണ്ട് ചോദിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ? കാശിയുടെ സ്വരം മാറിയത് കേട്ട് മഹാലക്ഷ്മി ഭയന്നു. അവൻ ബുള്ളറ്റിൽ കയറിയിരുന്നു. അമ്മ ഇങ്ങോട്ട് കയറുന്നുണ്ടോ, അതോ ഈ ചേറിൽ വീണവന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടുണ്ടോ? അവന്റെ സ്വരം കടുത്തതിനാൽ അമ്മ വേഗം പുറകിൽ കയറി അവന്റെ മേൽ കൈ ചുറ്റിയിരുന്നു. അമ്മ ചോദിക്കുന്നതിനൊന്നും കാശി മറുപടി കൊടുത്തില്ല. ജാനികക്ക് തിരിച്ചു പണി കൊടുക്കേണ്ടത് മാത്രമായിരുന്നു അവന്റെ ചിന്ത. ജാനികയുടെയും കാശിനാഥന്റെയും യുദ്ധം വരും എപ്പിസോഡുകളിൽ. ലെറ്റ്സ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് പാർട്ട്.